ഇന്നത്തെ കനത്ത മഴയിൽ കോട്ടൂരിൽ 2 വീടുകൾ തകർന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോട്ടൂർ കടമാൻകുന്ന് ജലാൽ സാഹിബിന്റെ വീട് മഴയിൽ തകർന്നു. പച്ചക്കെട്ട കെട്ടിയ വീട് മഴയത്ത് ചോർന്നൊലിച്ച നിലയിലായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തോരാതെ പെയ്ത മഴയിൽ വീടിന്റെ മുൻവശവും ഇടതുവശവും പൂർണ്ണമായും ഇടിഞ്ഞു വീണു. തൊട്ടു താഴെയുണ്ടായിരുന്ന മുബീനയുടെ വീട്ടിലേക്കാണ് ഒരു വശത്തെ ചുമർ പൂർണ്ണമായും തകർന്നു വീണത്. അതിൽ മുബീനയുടെ വീടിന്റെ മുൻവശവും തകർന്നു. ഇടിഞ്ഞു വീണ വീട്ടിൽ ജലാൽ സാഹിബിന്റെ ഭാര്യയും ചുമർ വീണ് തകർന്ന വീട്ടിൽ കുഞ്ഞുകുട്ടികളടക്കം 5ഓളം പേരും ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇരു വീട്ടിലുള്ളവരും രക്ഷപ്പെട്ടത്. വിവരം അറിഞ്ഞുടനെ അയൽവാസിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥലത്തെത്തി. അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പറും എത്തിയിട്ടുണ്ട്. മണ്ണ് കൊടുകൂടാ പൊട്ടി ഞാൻ നമസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊടുകൂടാ പൊട്ടിയ പോയി ഞാൻ എണീറ്റ് നോക്കിയപ്പം പൊട്ടി മലന്നങ്ങ് പോകണം. കുറേ നാളുകൊണ്ട് ചോർന്നൊലിക്കുകയല്ലേ? കുറേ നാളുകൊണ്ട് ഉണ്ട്. എല്ലാവരുടെ നമ്മൾ പറഞ്ഞു. ആരോട് പറഞ്ഞു? പഞ്ചായത്ത് മെമ്പറുടെടുത്തൊക്കെ. എന്നിട്ട് അവരാരും വന്ന് നോക്കിയില്ല. ഞങ്ങളിവിടെ തേയിലിട്ട് കുടിച്ചോണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു വീട്, അപ്പുറത്തെ വീട് ഇടിയുന്ന ശബ്ദം കേട്ടോണ്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ വീട് ഇടിഞ്ഞ് അപ്പുറത്ത് നമ്മുടെ വീട്ടിൽ കൂടെ വീണ് വീട് ഇടിഞ്ഞത്. ഇടിഞ്ഞു വീണ സമയത്ത് കുട്ടികളെല്ലാം ഇവിടെ നിൽക്കുമായിരുന്നു. എല്ലാവരും ഹാളിൽ നിൽക്കുമായിരുന്നു. ഹാളിലിരിക്കുമായിരുന്നു. ഇന്നിപ്പം വീട്ടിൽ കിടക്കാൻ പറ്റുമോ? ഇനിയിപ്പം കിടക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പ്രദേശം മൊത്തം മഴക്കെടുതിയിലാണ്. മഴക്കെടുതി മൂലമുള്ള പ്രകൃതി ദുരന്തം മിക്കവാറും സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മളെ 8-ാം വാർഡിൻ്റെ കടുവാക്കുഴി എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു സഹോദരൻ്റെ വീട്ടിൽ തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. രണ്ടും വളരെ പഴക്കം ചെന്ന വീടുകളാണ്. ഇതിലൊന്ന് നമുക്ക് താബൂക്ക് കൊണ്ട് കെട്ടിയതും, താബൂക്കല്ല പ്രത്യേകതരം ഒരു ഇൻ്റർലോക്ക് വെച്ച് കെട്ടിയതും, മറ്റേത് മൺകട്ടയാണ്. മൺകട്ടയുടെ വീടെന്ന് പറഞ്ഞാൽ പഴക്കം ചെന്ന വീടാണ്. അത് ഇന്നലെ മുതൽ രാത്രിയുള്ള മഴയിൽ ഇന്ന് രാവിലെയുമുള്ള മഴയും കൂടെ ആയപ്പോൾ അതുകൊണ്ട് ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീട്ടിന് കുറച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് അടിയന്തരമായിട്ട് വില്ലേജിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. നാളെ രാവിലെയോടുകൂടി അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനും നമ്മളെ വൈസ് പ്രസിഡൻറ്റും നമ്മളെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. അവരുടെ സപ്പോർട്ടോടുകൂടി നാളെ ഒരു പരാതി കൊടുത്ത് അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ. നിലവിൽ പൂർണ്ണമായും തകർന്ന ഈ വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. മലയോര മേഖലയായ കോട്ടൂർ ദേശത്തെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതി ഭീഷണി നിലനിൽക്കുന്ന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കോട്ടൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുമെന്നും ഈ 2 കുടുംബങ്ങളെയും അവിടേക്ക് മാറ്റാനുള്ള തീരുമാനം ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി കൈക്കൊള്ളുമെന്നുമാണ് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത്.